പലത് പറഞ്ഞു വരുമ്പം പെട്ടെന്ന് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഈ സുവിശേഷീകരണത്തിൻ്റെ ആ തീ കത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയ മിഷൻ ട്രിപ്പ് എന്ന് പറയുന്നത് ഇടുക്കിയാണ്. ഞങ്ങൾ 10 പേര് ഒരുമിച്ച് 10 ദിവസം മൂന്നാർ, ഇടുക്കി, കട്ടപ്പന, പരുത്തി അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം 10 ദിവസം ഭവനങ്ങൾ സന്ദർശിക്കുകയും രാത്രികൾ മീറ്റിംഗ് നടത്തുകയും ചെയ്ത് അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ടൈമായിരുന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് 1974, 1974. എന്നേക്ക് 50 വർഷം മുമ്പ് ആണ് ആദ്യത്തെ മിഷൻ ട്രിപ്പ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഡസൻസ് ആൻഡ് ഡസൻസ്, മേ ബി ഹൺഡ്രഡ്സ് ഓഫ് മിഷൻ ട്രിപ്സ് ഐ ഡിഡ്, ആൻഡ് ഐ താങ്ക് ഗോഡ് ഫോർ all the blessings. അതൊരു ഭയങ്കര ഇന്നിപ്പോൾ ഭയങ്കര അഭിമാനത്തോടെ ഇരിക്കുന്നത്. കാരണം 50 വർഷം മുമ്പാണ് ആദ്യത്തെ മിഷൻ യാത്ര ചെയ്യുവാനിടയായി തീർന്നത്. ആദ്യമായിട്ടായിരിക്കും ആ സ്ഥലത്തേക്ക് പോകുന്നത്. ആദ്യമായിട്ട് ആ സ്ഥലത്തേക്ക് പോകുന്നത്. അന്ന് ഞങ്ങൾ ബസ്സിനാണ് പോയത്. എന്നിട്ട് അന്ന് വണ്ടി മറ്റേ ബസ്സിന് പോയി. അന്നേരം ആ മൂന്നാറിൽ കൂടെയൊക്കെയുള്ള ആ യാത്രയെന്ന് പറയുന്നത് ഞങ്ങളെല്ലാം പാടുന്ന പാട്ട് Then sings my soul my savior, ആ പാട്ടൊക്കെ പാടി ആ പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ പോയ സന്ദർഭങ്ങളൊക്കെ നന്നായി ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ള യാത്രകൾ ഞാൻ ബോംബെയിൽ നിന്ന് നേരെ ഞാൻ മസ്കറ്റിലേക്കാണ് 1978 ജനുവരി മാസം എത്തിച്ചേർന്നു. അന്ന് എൻ്റെ വൈഫ് മോളി ഹവാബാഗ് യൂണിവേഴ്സിറ്റി ജബൽപൂരിൽ BEdന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം പഠിത്തം കഴിഞ്ഞ് മോളി എന്നോട് കൂടെ ജോയിൻ ചെയ്തു. 1979 ഞങ്ങൾ മസ്കറ്റിൽ 11 വർഷമുണ്ടായിരുന്നു. ആ 11 വർഷം ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട 11 വർഷങ്ങളായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ 4 പേരും ജനിച്ചത് മസ്കറ്റിലാണ്. ഞാൻ OPA, ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ ഒരു ഭാഗമായിരുന്നു. ആ ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിൽ പല പൊസിഷൻസിലും, പ്രത്യേകിച്ച് സെക്രട്ടറി ആയിട്ട് 6 വർഷം ഒക്കെ സെർവ് ചെയ്യുവാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ഈ സമയത്താണല്ലോ ഇന്ന് ഭാരതത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഉദയപൂരിലുള്ള ബൈബിൾ സ്കൂൾ, ഫിലദൽഫിയ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ ബൈബിൾ സ്കൂൾ, മറ്റ് പ്രവർത്തനങ്ങളൊക്കെ. അപ്പം ഈ ഒരു മസ്കറ്റിൽ വെച്ചാണ് പ്രിയ തോമസ് മാത്യു അങ്കിളുമായിട്ട് ബന്ധപ്പെടുവാൻ അതിൻ്റെ ആ തുടക്കം, അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അത് സാറേ, അത് വലിയൊരു അതിശയമാണ്. ഡോക്ടർ തോമസ് മാത്യു 1980 തോന്നുന്നു ആദ്യമായിട്ട് അവിടെ വന്നത്. അത് പാകിസ്ഥാനി ബിലീവേഴ്സാണ് പുള്ളിയെ അവിടെ കൊണ്ടുവന്നത് ആദ്യമേ. കാരണം പുള്ളി നല്ലപോലെ ഉറുദു, ഹിന്ദി സംസാരിക്കും. അതിനുശേഷം എനിക്ക് തോന്നുന്നത് 2ാമത്തെ ട്രിപ്പിലാണ് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുന്നതും. അദ്ദേഹം OPA ചർച്ചിൽ വന്ന് തൻ്റെ സാക്ഷ്യവും ദൈവവചനവും സംസാരിച്ചത് എന്നെ വളരെ ആകർഷിച്ചു. ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഉള്ളിൽ വളരെ തിങ്ങി വിങ്ങുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, വടക്കേ ഇന്ത്യയിലെ സുവിശേഷീകരണം എന്നുള്ളത്. ആ സമയത്താണ് ഡോക്ടർ തോമസ് മാത്യുവിനെ ഞാൻ അവിടെ മീറ്റ് ചെയ്യുന്നതും. ഞാൻ അന്നേരം അദ്ദേഹത്തെ എൻ്റെ ഭവനത്തിൽ കൊണ്ടുപോയിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, വടക്കേ ഇന്ത്യയിലെ യൗവനക്കാരെ പരിശീലിപ്പിച്ച് ദൈവവചനം പരിശീലിപ്പിച്ച് അവരെ വയലിൽ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനെന്തെങ്കിലും ചെയ്യാമോ? അപ്പോൾ അത് കേട്ട മാത്രയിൽ ഡോക്ടർ തോമസ് മാത്യു ചാടി എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തി. കാരണം ആൻറ്റിയും അദ്ദേഹവും ഒരുമിച്ച് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ടതിലുള്ള ആ വലിയ സന്തോഷം 1981 ഞങ്ങൾ കൈകൊടുത്ത് ഫിലദൽഫിയ ബൈബിൾ സ്കൂൾ തുടങ്ങുന്നതിനിടയായി തീർന്നു. മസ്കറ്റിലാണ് അതിൻ്റെ വാസ്തവത്തിൽ ഡിസിഷൻ. അവിടെ നിന്ന് പിന്നെ സോൺഗഡിൽ ക്ലാസ് തുടങ്ങി. അവിടെ നിന്ന് ഉദയപൂരിലേക്ക് ക്ലാസ്സുകൾ മാറ്റി. ഉദയപൂരിൽ ഡോക്ടർ തോമസ് മാത്യു താമസിച്ചിരുന്നത് 110 ചേതക് മാർഗ്, ഉദയ്പൂർ. അതായത് സിറ്റിക്കകത്ത് ഒരു ഫ്ലാറ്റ് പോലുള്ള ഒരു സ്ഥലത്താണ്. ഡോക്ടർ തോമസ് മാത്യു, ആൻറ്റി, പോൾ മാത്യു, ഗ്രേസ് ആൻഡ് ഗ്ലോറി, അവരും മക്കൾ 3 പേര്, ഇവർ താമസിക്കുന്നു അവിടെ തന്നെയാണ് ഒരു ചെറിയ പ്രിൻറ്റിംഗ് പ്രസ് അതിനകത്ത്. അവിടെ തന്നെയാണ് ആരാധന നടക്കുന്നത്. അവിടെ തന്നെയാണ് 10-14-15 ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസ് താമസിക്കുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉള്ള 110 ചേതക് മാർക്ക്. ഞാൻ 1983 തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് അവിടെ വിസിറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരുമിച്ചുള്ള ജീവിതം, ആർക്കും യാതൊരു കംപ്ലൈൻറ്റുമില്ല, മറ്റ് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു ജീവിതം, ശുശ്രൂഷ, തീഷ്ണത, ഇതെല്ലാം അതൊക്കെ എന്നെ ഒത്തിരി എന്നെ ആകർഷിച്ചു. അത് മുഖാന്തരം ഞാൻ എന്നിട്ട് തിരികെ മസ്കറ്റിൽ പോയി എൻ്റെ സഹപാഠികളോടൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അല്പം പണമൊക്കെ ശേഖരിച്ച് ഞാൻ അടുത്ത ട്രിപ്പ് വന്നപ്പോൾ ഞാൻ ഡോക്ടർ തോമസ് മാത്യുവിനോട് പറഞ്ഞു, നമുക്ക് ബൈബിൾ സ്കൂളിന് വേണ്ടി ഒരു സ്ഥലവും അല്ലെങ്കിൽ ഒരു വിഷയങ്ങൾ, പക്ഷേ എൻ്റെ കയ്യിൽ തുച്ഛമായ പണമാണ് അതുകൊണ്ട് എന്തോ സാധിക്കാനാണ്. പക്ഷെങ്കിൽ അദ്ദേഹം അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ ദൈവം നടത്തിയ വഴികളെന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ഇന്ന് വടക്കേ ഇന്ത്യയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ കോളേജായിട്ട് ഫിലദൽഫിയ ബൈബിൾ കോളേജ് നിലനിൽക്കുന്നു. ഡോക്ടർ ഫിന്നി ഫിലിപ്പ്, വൺ ഓഫ് ദി പ്രോമിനൻറ്റ് scholars in theological field in India, and a very dedicated man of God is the principal, and he is leading the institution, and we are behind. Also ഈ വർഷം തൊട്ട് ഞങ്ങൾ ഡോക്ടർ ഓഫ് മിനിസ്ട്രി പ്രോഗ്രാമും അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കോളേജിൽ CTH ഉണ്ട്, DPTH ഉണ്ട്, BTH ഉണ്ട്, MD ഉണ്ട്, MA, and all these are there going on. ഡോക്ടർ തോമസ് മാത്യു എപ്പോഴും പറയുമായിരുന്നു, ചെറിയ ആരംഭങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം. അത് ദൈവവചനത്തിൽ നിന്ന് കോട്ട് ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ ഫിലദൽഫിയ ബൈബിൾ സ്കൂള് ഇന്ന് ബൈബിൾ കോളേജിൻ്റെ തുടക്കം മുതൽ ഉള്ള കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ്. അത് ദൈവം വലിയൊരു പ്രവർത്തനമാക്കി മാറ്റി. ഇന്ന് 3000-ലധികം ഗ്രാജുവേറ്റ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലക്കാരായിട്ട് നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ വകയുള്ളതാണ്. ഈ മസ്കറ്റിലെ ലൈഫിന് ശേഷം പിന്നീട് എന്നാണ് US വരുന്നത്? ഇപ്പോൾ US വന്നിട്ട് എത്ര വർഷമായി? US ഉണ്ടായിരുന്ന വിവിധ സ്ഥലങ്ങളിൽ ചിലപ്പം താമസിച്ച് കാണുമായിരിക്കും. അപ്പോൾ അത് ഇവിടെ ആദ്യം ലാൻഡ് ചെയ്തത് 1988 ജനുവരിയിലാണ് ഞാൻ മസ്കറ്റിൽ നിന്ന് അമേരിക്കയിലെത്തുന്നത്. അന്ന് എൻ്റെ മകൾ, എൻ്റെ ഏറ്റവും ഇളയത് മകളായിരുന്നു, പ്രിസില്ല മോള്, 11 മാസം. പിന്നെ ബാക്കി 3 ആൺമക്കൾ, ജോൺസൺ മോന് അന്ന് 9 വയസ്സ്, പീറ്റർ 6 വയസ്സ്, ജെൻസൺ അറൗണ്ട് 3 years old. അപ്പോൾ ഇവരുമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ വന്ന് എൻ്റെ ജ്യേഷ്ഠൻ ബാവുച്ചാൻ ന്യൂജേഴ്സിയിലുണ്ട്, അവിടെ 1 മാസത്തിലധികം താമസിച്ചു. അതിനുശേഷം പക്ഷെങ്കിൽ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പണമുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ മറ്റൊന്നും ആയിരുന്നില്ല. എനിക്ക് സെമിനാരിയിൽ പോയി പഠിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനായ അന്ന് സ്കൂൾ ഓഫ് തിയോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ന് പെൻഡക്കോസ്റ്റൽ തിയോളജിക്കൽ സെമിനാരി എന്ന് അറിയപ്പെടുന്നു. അവിടെ വന്ന് 4 വർഷം പഠിക്കുവാൻ കർത്താവ് കൃപ തന്നു. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭങ്ങളായിരുന്നു. കൃപയാൽ ദൈവം ഇത്രത്തോളം നടത്തി. ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ടോ? മിനിസ്ട്രിയുള്ള ബന്ധം? ഒരു സമയത്ത് എൻ്റെ ഹൃദയത്തിലെല്ലാം യൗവനക്കാരെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. അപ്പോൾ അതാണ് ബൈബിൾ സ്കൂളുകൾ തുടങ്ങാൻ, ഫെയ്ത്ത് ബൈബിൾ സ്കൂൾ തുടങ്ങാൻ, അതുപോലുള്ള കാരണങ്ങളൊക്കെ ആയിത്തീർന്നത്. എന്നാൽ അതിനുശേഷം ഇൻ ബിറ്റ്വീൻ കുഞ്ഞുങ്ങളെക്കുറിച്ച്, വളർന്നു വരുന്ന തലമുറയെക്കുറിച്ചുള്ള വലിയ ഒരു ഭാരം. അങ്ങനെയാണ് ഒറീസയിൽ ചിൽഡ്രൻസ് ഹോംസ് തുടങ്ങുന്നു, ബംഗ്ലാദേശിൽ ചിൽഡ്രൻസ് സെൻറ്റർ തുടങ്ങുന്നു. അതിന് ശേഷമാണ് എക്സൽ VBSുമായിട്ട്, എക്സൽ മിനിസ്ട്രീസുമായിട്ട് ഞാൻ കൈകോർക്കുന്നു. ഇത്രയും നാളുകൾ ഞാൻ കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. എൻ്റെ ഫോക്കസ് മുഴുവൻ നോർത്ത് ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ. പക്ഷെങ്കിൽ എക്സൽ VBSുമായിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം ഇന്ന് കേരളത്തിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ 1, 2 സ്ട്രീറ്റ് പ്രീച്ചേഴ്സിൻ്റെ മധ്യത്തിൽ അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദൈവം നടത്തി, ഇനി നടത്തും. എൻ്റെ ഒരു പാഷൻ ആൻഡ് എ വിഷൻ ഈസ് ദാറ്റ് എ റിവൈവൽ ബ്രേക്ക് ത്രൂ in the lives of the children in India and the young people in India.
കുഞ്ഞുങ്ങളിൽ കൂടെ യൗവനക്കാരിൽ കൂടെ വലിയ ഒരു ഉണർവ് ഇന്ത്യയിൽ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് XLVBS അതുപോലുള്ള മറ്റ് VBS മിനിസ്ട്രീസ് ഒരു വലിയ കാരണമായി തീരും എന്ന് ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു. കൂടാതെ ഒരു കാര്യം കൂടെ പറയാം, ചർച്ചസൊക്കെ ഈ VBS സൺഡേ സ്കൂളിനൊക്കെ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തലമുറ നശിച്ചു പോകും. എൻ്റെ പിതാവ് എന്നെ നിർബന്ധിച്ച് സൺഡേ സ്കൂളിൽ കൊണ്ടുപോയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഒരു ദൈവ പൈതലായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിലും ദൈവകൃപയിലും വളർത്തണം. XLVBS നടത്തുന്ന ദൈ വേർഡ് പ്രോഗ്രാം, ദൈ വേ പ്രോഗ്രാം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവകൃപ പകരുന്നതാണ്. ഞങ്ങളുടെ ഒറീസയിലുള്ള ഗേൾസ് ഹോമിലെ പെൺകുട്ടികൾ ചിലരൊക്കെ 450 വാക്യം കാണാതെ പറഞ്ഞിട്ടുണ്ട്. 450, 350 വാക്യങ്ങൾ. അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വളരെ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത വീടുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ ശക്തമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അവരത് പഠിച്ച് ഹൃദയസ്ഥമാക്കി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ നാളിതുവഴി ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് എത്ര വിശ്വസ്തനാണ്. കൃപയാൽ അർഹിക്കാത്ത നിലകളിൽ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളുടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഒറീസയിൽ ഞാൻ ഫോക്കസ് ചെയ്ത് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ പാസ്റ്റർ ജോൺ സി വർഗീസാണ് പ്രവർത്തനത്തിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ ഇന്ന് കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഏരിയ വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ ഒരു മിഷൻ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ബോയ്സ് ഹോം തുടങ്ങി. ദൈവം അനുവദിച്ചാൽ മെയ് ജൂൺ മാസത്തിൽ ഒരു ബൈബിൾ സ്കൂള് 1 ഇയർ കോഴ്സ് ബൈബിൾ സ്കൂളിൽ തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിൽഡിംഗ് പണി പൂർത്തീകരിക്കപ്പെടുന്നു, എല്ലാം ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ വി ഹാവ് എ പാഷൻ ആൻഡ് വിഷൻ ടു റീച്ച് ഔട്ട് ദ പീപ്പിൾ ദെയർ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്ത് കാണും. ഏകദേശം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ യാത്രയിലൊക്കെ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാമായിരുന്നു. അതുപോലുള്ള അപകടങ്ങൾ നേരെ നമ്മുടെ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ഇറ്റ് കെയിം ത്രൂ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ വിശാഖപട്ടണം എയർപോർട്ടിൽ നിന്ന് വന്ന് ഒറീസയിലേക്ക് പോവുകയായിരുന്നു. ഡ്രൈവർ കാർ ഓടിച്ചു പോകുന്നു. അറൗണ്ട് 2 മിഡ്നൈറ്റിന് ശേഷം വെളുപ്പിനെ 2 മണി. അപ്പോൾ നല്ല സ്പീഡിൽ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ഡ്രൈവർ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. നേരെ കുറച്ച് മുന്നേ ഒരു ട്രക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ കിടക്കുക. ലൈറ്റുമില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെങ്കിൽ വി കെയിം ഓൾമോസ്റ്റ്. പക്ഷേ ദൈവം എന്നെ അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ഡ്രൈവറെ ഉണർത്തി അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനിടയായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൺ ദ ബ്രിങ്ക് ഓഫ് ഇഫ് ആ കാറ് ചെന്ന വാഹനത്തിൽ ഇടിച്ചായിരുന്നെങ്കിൽ പിന്നെ ദർ ഇസ് നത്തിങ് ദറ്റ് ലെഫ്റ്റ്. അതുപോലുള്ള ഒത്തിരി സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവം വിടുവിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണ. ഒരു ഫൈനൽ വാക്കുകൂടെ പറഞ്ഞാൽ നന്നായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ആയുസ് വളരെ കുറവാണ്. കർത്താവിൻ്റെ ആര് പറഞ്ഞ ആയുസ് കുറവാന്ന്? നമ്മൾ കഴിവുള്ളിടത്തോളം വിളിച്ചവൻ്റെ വേല വിശ്വസ്തയോടെ ഓടി തീർക്കണം. നമ്മൾ ഈ പതിയെ നടക്കുന്ന സ്വഭാവമായിരിക്കരുത് വേലയോടുള്ള ബന്ധത്തിൽ. ഒരു തീഷ്ണത. My days, most of the days, it starts at 5 o'clock in the morning and ends around 11 o'clock or 12. So there are a lot of things happens, എന്നാൽ നമ്മൾ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഈ ശുശ്രൂഷകരായിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഈ ജീവിതം ഒരു അലസരായിട്ട് നമ്മൾ ഇരിക്കരുത്. കാരണം ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരെവിടെയോട്ടേലും രാവിലെ എഴുന്നേറ്റു ഇങ്ങനെ അങ്ങ് ഇപ്പോൾ ഒന്ന് മുഖം ശരിയാക്കുകയോ ഒന്ന് ഡ്രസ്സ് ചെയ്യുകയോ ഒന്നും ചെയ്യാതൊക്കെ ഇങ്ങനെ അലസരായിട്ട് ഇങ്ങനെ കാണുന്നത് കാണും. അങ്ങനെ പാടില്ല. യു ഹാവ് ടു ബി പ്രിപ്പയർഡ് ഓൾ ദ ടൈം. യു ബി റെഡി.
നമ്മൾ വി ആർ ദ കിങ്സ് അംബാസഡേഴ്സ്. സോ വി ഹാവ് ടു ഷോ ദി ഡിഗ്നിറ്റി ഓഫ് ദാറ്റ് പൊസിഷൻ. അത് നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവത്തെ നാം സേവിപ്പാൻ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ, വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നാൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അതെൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഐ ഹാവ് സീൻ ഇറ്റ് വിത്ത് മൈ ഓൺ ഐസ്. ഐ എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ഇൻ മൈ ഓൺ ലൈഫ്. ഐ ഹാവ് tasted and seen how God is good.